അപ്പോൾ ഈ ഒരു സമയത്ത് മുടി കഴുകാനായിട്ട് ഞാൻ ഈ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുഴൽക്കിണർ വെള്ളമൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ രീതിയിൽ വെള്ളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ മുടിക്ക് സ്കാൽപ്പിന് നല്ലൊരു സ്മെല്ല് കിട്ടാനും താരന്റെ പ്രശ്നം മാറാനും മുടി സോഫ്റ്റ് ആക്കാനൊക്കെ ഇത് നന്നായിട്ട് സഹായിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിന്റർ ഹെയർ കെയർ റുട്ടീൻ ആണ്. അപ്പോൾ നിങ്ങൾ കുറേ ദിവസമായി ചോദിക്കുന്നു, വിന്റർ ഒക്കെ തുടങ്ങിയിട്ട് കുറച്ചായി എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, സുഖം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ചലഞ്ച് ചെയ്തിട്ട് ഒരു റുട്ടീനൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ വെച്ച് വലിയ വ്യത്യാസമില്ല. പിന്നെയും ഒരു റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണ്ടേന്ന് ഓർത്തിട്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് അത് പറ്റില്ല, നിങ്ങൾക്ക് എന്തായാലും ഒരു റുട്ടീൻ വേണം, ഡേ 1 തൊട്ട് ഡേ 7 വരെ എന്തൊക്കെ ചെയ്യണം വിന്ററിൽ, അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്തായാലും ഡേ 1 തൊട്ട് ഡേ 7 വരെ ഈ ഒരു സമയത്ത് വിന്റർ സീസണിൽ ഉപയോഗിക്കാൻ പറ്റിയ പാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റുട്ടീൻ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്ക് അത് കംഫർട്ട് ആവുമെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യാം. ഞാൻ പറഞ്ഞ പാക്ക് തന്നെ ഉപയോഗിക്കണം നിർബന്ധമില്ല, ഞാൻ എല്ലാ റുട്ടീനിലും പറയുന്നതാണ്. ഞാൻ പറയുന്ന പാക്കുകൾ നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ കുറേ പേര് നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. വിന്ററിൽ നമുക്കൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചലഞ്ച് ചെയ്യാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ മുടിക്ക് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഞാനത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആദ്യം റുട്ടീൻ ആണല്ലോ വേണ്ടത്. ഞാൻ ആദ്യം റുട്ടീൻ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ മുടിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാനിപ്പോൾ എന്തൊക്കെയാണ് മുടിയിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ റുട്ടീനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അറിയാം, നമുക്ക് വിന്റർ സീസൺ ആകുമ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഡ്രൈനെസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഡ്രൈനെസ് ഉണ്ടാവും, നമ്മുടെ സ്കാൽപ്പിന് അതിൻ്റെതായിട്ടുള്ള നല്ല രീതിയിൽ ഡ്രൈനെസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കെയർ ആയിരിക്കണം നമ്മൾ ഈ ഒരു സമയത്ത് കൊടുക്കേണ്ടത്. നമ്മളത് ശ്രദ്ധിക്കാതെ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഡ്രൈനെസ് ഉണ്ടാക്കുന്ന പാക്കുകൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി മൊത്തത്തിൽ ഡാമേജ് ആവും കേട്ടോ. ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ മുടി ഡാമേജ് ആവാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു സമയമാണ്. എല്ലാവർക്കും അറിയാം, മുടി ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോവുക, സ്പ്ലിറ്റ് ആവുക. സ്പ്ലിറ്റ് ആയാൽ തന്നെ നമ്മുടെ മുടിയുടെ ഒരുവിധപ്പെട്ട എന്താ പറയുക കാര്യങ്ങൾ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരുപാട് സ്പ്ലിറ്റ് ആയിട്ട് മുടി പൊട്ടിപ്പോവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഡ്രൈനെസ് ഉണ്ടാക്കുന്ന പാക്കുകൾ നിങ്ങൾ ഡെയിലി മുടിയിൽ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ കെമിക്കൽ ഷാമ്പു ആഴ്ചയിൽ ഒരു തവണ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതിയിട്ട്. നമ്മൾ എപ്പോഴും ആഴ്ചയിൽ ഒരു തവണയാണ് ഉപയോഗിക്കലുള്ളത്. പിന്നെ എനിക്കറിയാം ചിലവരൊക്കെ ഇങ്ങനെ ആഴ്ചയിൽ ഒരു 2 തവണയോ 3 തവണയൊക്കെ ഇടയ്ക്ക് ഉപയോഗിക്കലുണ്ട് എന്നൊക്കെ എനിക്കറിയാം, എന്നോട് കമന്റിലൂടെ പറയലുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ നാച്ചുറൽ മെത്തേഡ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക. കെമിക്കൽ ഷാമ്പുവിൻ്റെ ഉപയോഗം നിങ്ങൾ പരമാവധി കുറയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ മുടി എപ്പോഴും അഴിച്ചിട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്ഥിരമായിട്ട് പുറത്ത് പോകുന്നവർ വല്ലപ്പോഴും ഒക്കെ പുറത്ത് പോകണം, ഒരു ഫംഗ്ഷനൊക്കെ പോകണം, മുടി അഴിച്ചിട്ടിട്ട് പോയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഡെയിലി ജോലിക്ക് പോകുന്നവർ, സ്കൂളിലേക്ക് പോകുന്നവർ, കോളേജിലൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഡെയിലി ഇങ്ങനെ മുടി അഴിച്ചിട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇപ്പോഴത്തെ ഒരു കാറ്റ് നിങ്ങൾക്ക് അറിയാലോ, ഒരു തണുത്ത കാറ്റായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ഫുൾ ടൈം ഇങ്ങനെ കാറ്റ് കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുടി സ്പ്ലിറ്റ് ആവാനും മുടി പൊട്ടിപ്പോവാനും മുടി കെട്ടുകൂടാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ സ്റ്റേബിൾ ആയിട്ട് കെട്ടി വെച്ചിട്ട് പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ എല്ലാ റുട്ടീനിലും ഞാൻ ഇങ്ങനെ പറയുന്ന കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് ഒരുപാട് മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് അറിയാത്തതുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്, വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫുഡിൻ്റെ കാര്യം നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷേ ഫുഡിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് വെള്ളം കുടി. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കണം. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ കൊണ്ട് എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമില്ല. അപ്പോൾ നിങ്ങൾ വെള്ളം കൂടി മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൽ നിങ്ങൾ ഒരു കോംപ്രമൈസും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ ഹെയർ കെയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും കാര്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്കണം. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. പിന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ മുടിക്ക് ആ ഒരു ഡ്രൈനെസ് ഒക്കെ വരുന്നതുകൊണ്ട്, സ്പ്ലിറ്റൻസ് ഒക്കെ വരുന്നതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹെയർ സെറം ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നല്ല ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു ഹെയർ സെറം നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. വാങ്ങിച്ചത് ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്ക് കംഫർട്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ നാച്ചുറലായിട്ട് നമ്മൾ തയ്യാറാക്കിയ ഹെയർ സെറം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഒരു 2-3 ഹെയർ സെറം ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നമ്മുടെ വൈറ്റമിൻ സി ഹെയർ സെറം തയ്യാറാക്കിയിട്ടുണ്ട്, ചെമ്പരത്തിപ്പൂവിൻ്റെ ഹെയർ സെറം തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അലോവേരയുടെ ഹെയർ സെറം തയ്യാറാക്കിയിട്ടുണ്ട്. അലോവേരയുടെ ഹെയർ സെറം ആകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഫ്രിഡ്ജിലൊന്നും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ സ്റ്റോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ഹെയർ സെറം ഒക്കെ നിങ്ങൾക്ക് തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ടോണർ ആണെങ്കിൽ ടോണർ, അല്ലെങ്കിൽ ഹെയർ സെറം ആണെങ്കിൽ ഹെയർ സെറം. അപ്പോൾ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും ഈ ഒരു സമയത്ത് നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ റുട്ടീനിലേക്ക് കിടക്കാം. അപ്പോൾ ഡേ 1 തൊട്ട് ഡേ 7 വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ
നമ്മൾ കഴിഞ്ഞൊക്കെ റുട്ടീൻ പോലെ തന്നെ ഞാൻ പറയാട്ടോ. നിങ്ങൾ എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ എഴുതി വെച്ചാൽ മതി. വലിയ പാക്കുകളൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള പാക്കുകളാണ്. ഞാൻ പറഞ്ഞല്ലോ വിന്ററിൽ നമ്മൾ അതുപോലെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഡേ 1 എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുക. എന്നിട്ട് അന്നത്തെ ദിവസം നിങ്ങൾ ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകുക. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഷാമ്പു നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ ദിവസം ഹെയർ കെയർ ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ, ഒരു റുട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് ദിവസം നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുക്കുക. നമ്മുടെ മുടിയും സ്കാൽപ്പൊക്കെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്യാൻ സഹായിക്കുന്ന അത്രയും നിങ്ങൾ ഓയിൽ എടുത്തിട്ട് ആ ഓയിലിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കണമെങ്കിൽ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാം. ഒരു വൈറ്റമിൻ ഇ ചേർക്കണമെങ്കിൽ വൈറ്റമിൻ ഇ ചേർക്കാം. നിങ്ങൾക്ക് ഹോട്ട് ഓയിൽ മസാജ് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് വെറുതെ ഓയിൽ തേച്ചാൽ മതിയെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ കുറച്ച് എടുത്തിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് മുടി കെട്ടി വെക്കുക. ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകാം. അന്നത്തെ ദിവസം കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഷാമ്പു വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ദിവസം ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ മുടിയിൽ ചെയ്തു കൊടുത്താൽ മതി. പിന്നെ രണ്ടാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ മുടിയിൽ അന്നത്തെ ദിവസം പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാത്ത ദിവസമാണ്. മുടിയെ ഫ്രീ ആയിട്ട് വിടുന്ന ദിവസമാണ്. പിന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മുടി കഴുകുന്നവരുണ്ട്, ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ വിന്റർ ആണ്, ഒന്നിടവിട്ട ദിവസങ്ങളിലെ മുടി കഴുകാവൂ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഡെയിലി കഴുകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് മുടി കഴുകുക. അങ്ങനെ പറ്റുന്നവർ അങ്ങനെ കഴുകുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രണ്ടാമത്തെ ദിവസം മുടി കഴുകുന്നവർക്ക് കഴുകാം. വെറുതെ വെള്ളത്തിൽ മുടി കഴുകുന്നെങ്കിൽ അങ്ങനെ കഴുകാം. താളി എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകണമെങ്കിൽ അങ്ങനെ കഴുകാം. മുടി കഴുകേണ്ടാത്തവർക്ക് കഴുകണ്ട. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് ചെയ്തു കൊടുത്താൽ മതി. അടുത്തത് വരുന്നത് ഡേ 3 ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു മൈൽഡ് ആയിട്ടുള്ള പാക്ക് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ. മൈൽഡ് ആയിട്ടുള്ള പാക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ ഹെവി ആയിട്ടില്ല, അല്ലാത്ത ലൈറ്റ് ആയിട്ടുള്ള ഒരു പാക്ക് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. കാരണം നമ്മൾ ഫസ്റ്റ് ദിവസം കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകാറ് മുടിക്ക് എന്തായാലും ഡ്രൈനെസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരുപാട് പിന്നെയും ഡ്രൈനെസ് കൂട്ടുന്ന രീതിയിലുള്ള പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഒട്ടും നല്ലതല്ല കേട്ടോ. നമ്മുടെ മുടി എന്തായാലും സ്പ്ലിറ്റ് ആവാനും പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള പാക്ക് എന്ന് പറയുമ്പോൾ ഞാനൊരു 2-3 പാക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏത് പാക്കാണോ കംഫർട്ട് അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ ഉള്ള സമയമാണ്, താരനുള്ള സമയമാണ്, അങ്ങനെയുള്ള സമയത്താണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പേരയിലയും പിന്നെ ചെറിയുള്ളിയും തൈരും ഉപയോഗിച്ചിട്ട് ഒരു പാക്ക് ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതെങ്ങനെ ചെയ്യണം, ഉപയോഗിക്കുന്നതിന് മുന്നേ ഓയിൽ തേക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ല, ആ പാക്ക് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഹെവി ആയിട്ടുള്ള ഹെയർ ഫോളും താരൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ആ പാക്ക് ചെയ്ത് കൊടുക്കാം. പാക്ക് ഉപയോഗിച്ചിട്ട് കഴുകുന്ന സമയത്ത് താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറുതെ വെള്ളത്തിൽ തന്നെ നിങ്ങൾ കഴുകി എടുത്താൽ മതി. ഇനി നിങ്ങൾക്കിപ്പോൾ താരൻ്റെ പ്രശ്നമില്ല, മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നമില്ല, അങ്ങനെയാണെങ്കിൽ മുടിക്ക് ഡ്രൈനെസ്സിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനെസ് ഒഴിവാക്കാൻ സഹായിക്കുന്ന പാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഡ്രൈനെസ് ഒഴിവാക്കുന്ന പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചെമ്പരത്തിപ്പൂവും തേങ്ങാപ്പാലും ഉപയോഗിച്ചൊരു പാക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചെമ്പരത്തിപ്പൂ ഇല്ല എന്നാണെങ്കിൽ ചെമ്പരത്തിപ്പൂവിന് പകരമായിട്ട് നമ്മുടെ അലോവേറ ജെല്ലിൽ ഫ്രഷ് അലോവേറയൊക്കെ ഉണ്ടെങ്കിൽ ഫ്രഷ് അലോവേറയുടെ ജെല്ല് എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലും ചേർത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാലില്ല എന്നല്ല, നിങ്ങൾക്കിപ്പോൾ തേങ്ങാപ്പാൽ ഉപയോഗിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, മുടിക്ക് ചേരായകയുണ്ട്, അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തേങ്ങാപ്പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് നമ്മൾ തൈര് ഒരു 2-3 സ്പൂൺ ചേർത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറ്റാൻ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ 3 പാക്കാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ചെറിയുള്ളിയും പേരയിലും തൈരും, പിന്നെ അല്ലെങ്കിൽ ചെമ്പരത്തിയും, പിന്നെ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ അലോവേറയും തേങ്ങാപ്പാലും. ഈ 3 പാക്കിൽ നിങ്ങൾക്ക് ഏത് പാക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അടുത്തത് വരുന്നത് ഡേ 4 ആണ്. ഡേ 4 പിന്നെ നമ്മൾ മുടിയിൽ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാത്ത ദിവസമാണ്. അന്നത്തെ ദിവസം മുടിയെ ഫ്രീ ആയിട്ട് വിടുക. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് താളി എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ മുടി കഴുകണ്ടാത്ത ദിവസം ഉണ്ടല്ലോ, അന്ന് നിങ്ങളിപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് താളി എന്തെങ്കിലും ഉപയോഗിച്ച് മുടി കഴുകണം, അങ്ങനെയാണെങ്കിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് താളി ഉപയോഗിച്ച് മുടി കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. മുടി കഴുകാത്തവരല്ല, ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് കഴുകുന്നതെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ മുടി കഴുകേണ്ട ആവശ്യമില്ല. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും കാര്യമായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഹെവി ആയിട്ടുള്ള പാക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. മുടിയെ ഫ്രീ ആയിട്ട് വിടേണ്ട ഒരു ദിവസമാണ് കേട്ടോ അന്നത്തെ ദിവസം. ഇനി വരുന്നത് ഡേ 5 ആണ്. അപ്പോൾ ഡേ 5 നമ്മൾ കഴിഞ്ഞ റുട്ടീനിലൊക്കെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു പാക്കൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്നത്തെ ദിവസം മാറ്റുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇന്നത്തെ ഈ ഒരു 5ാമത്തെ ദിവസം ഈ ഒരു വിന്റർ സീസണിൽ നിങ്ങൾ ഹെവി അല്ലാത്ത ലൈറ്റ് ആയിട്ടുള്ള പാക്ക് തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള പാക്കല്ലേ, ഈ ദിവസം ലൈറ്റ് ആയിട്ടുള്ള പാക്ക് തന്നെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് പിന്നെ നന്നായിട്ട് തോന്നി, ഈ ഒരു സമയത്ത് ഏറ്റവും സ്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ള പാക്ക് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ലൈറ്റ് ആയിട്ടുള്ള നമ്മൾ ഒരുപാട് ഹെയർ ഗ്രോത്ത് വാട്ടർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഒരു സമയത്ത് നമ്മൾ കരിഞ്ജീരകം ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. നമ്മുടെ മുടിയെ പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് കരിഞ്ജീരകം നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ കരിഞ്ജീരകം ഉപയോഗിച്ചുള്ള പാക്ക് എന്ന് പറയുമ്പോൾ കരിഞ്ജീരകം ഇട്ടിട്ട് പിന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നു. വെറുതെ കരിഞ്ജീരകം ഇട്ട് വെള്ളം തിളപ്പിച്ച് അത് അരിച്ചെടുത്തിട്ട് നമ്മുടെ മുടിയിൽ
വെച്ചാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിന്റർ സീസണിൽ കരിഞ്ജീരകം ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള പാക്കാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കരിഞ്ജീരകവും പിന്നെ ഉലുവയും ചേർത്തിട്ട് നമ്മൾ ഒരുപാട് പാക്കുകളൊക്കെ ചെയ്തിട്ടില്ലേ, അപ്പോൾ അതും പിന്നെ അരച്ചെടുത്തിട്ടുള്ള ഹെവി ആയിട്ടുള്ള പാക്കല്ല ഉദ്ദേശിച്ചത്. കരിഞ്ജീരകവും ഉലുവയും ചേർത്തിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് വാട്ടർ നമ്മൾ ചെയ്തിട്ടുണ്ട്. പേരയില ചേർത്ത് തിളപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ, നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അതുകൊണ്ടാണ്. അപ്പോൾ കരിഞ്ജീരകം ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ നിങ്ങൾ ഈ ഒരു ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കരിഞ്ജീരകം ഇല്ല, കരിഞ്ജീരകം ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇന്നത്തെ ദിവസം ലൈറ്റായിട്ട് നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കില്ലേ, വെറുതെ എടുത്ത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മൾ മുടിയിൽ ഉപയോഗിക്കില്ലേ, അങ്ങനെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതാണ്. നിങ്ങൾക്ക് മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. 5ാമത്തെ ദിവസം ഇതുപോലെ ഏതെങ്കിലും ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഇനി വരുന്നത് ഡേ 6 ആണ് കേട്ടോ. ഡേ 6 അറിയാലോ, നമ്മുടെ മുടിയിൽ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്ത് കൊടുക്കേണ്ട. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യാം. മുടി കഴുകുന്നില്ലെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും കാര്യമായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തത് വരുന്നത് ഡേ 7 ആണ്. അപ്പോൾ നമ്മൾ വീക്ക് എൻഡ് വരികയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് ഹെവി ആയിട്ടുള്ള പാക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങനെയല്ല, പിന്നെ ഈ ഒരു ദിവസം നമ്മൾ എപ്പോഴും പ്രോട്ടീൻ പാക്കാണ് നമ്മൾ സെലക്ട് ചെയ്യുക. പ്രോട്ടീൻ പാക്ക് എന്ന് പറയുമ്പോൾ എന്തായാലും കുറച്ച് ഹെവിയാണ്, നമ്മുടെ മുടിക്ക് കുറച്ച് ഡ്രൈനസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മുടിയിൽ മുട്ടയൊന്നും ഉപയോഗിക്കാൻ കുഴപ്പമില്ലാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഏത് പാക്ക് വേണമെങ്കിൽ ഇന്നത്തെ ദിവസം ചെയ്യാം. നമ്മളിപ്പോൾ കെരാറ്റിൻ പാക്കുകൾ ചെയ്തിട്ടുണ്ട്, മുട്ട മാത്രം ഉപയോഗിച്ചിട്ട്, മുട്ടയുടെ എഗ് വൈറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് കുറച്ച് തൈരൊക്കെ ചേർത്തിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഏത് പാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കരിഞ്ജീരകത്തിൻ്റെ വെള്ളമല്ലേ ഉപയോഗിച്ചു, അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം മുടിക്ക് ഉള്ളു കൂടാൻ എന്നിട്ടൊരു പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കരിഞ്ജീരകം ഉലുവയും ചേർത്തിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ലൈറ്റ് കരിഞ്ജീരകത്തിൻ്റെ പാക്ക് ആയതുകൊണ്ട് ഈ ദിവസം കരിഞ്ജീരകം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കരിഞ്ജീരകം ഉലുവയും ചേർത്തിട്ട് തേങ്ങയൊക്കെ ചേർത്തിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പാക്കില്ലേ, ആ പാക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. പ്രോട്ടീൻ പാക്ക് വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ചെറുപയറും പിന്നെ ഉലുവ ചേർത്തിട്ട് അല്ലെങ്കിൽ ഉഴുന്ന് ചേർത്തിട്ടുള്ള പാക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഹെവി ആയിട്ടുള്ള പാക്ക് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് ഡേ 8 ആണ്. ഡേ 8 മുടിയിൽ ഒന്നും ചെയ്യാത്തൊരു ദിവസമാണ്, ഫ്രീ ആയിട്ട് വിടുന്ന ദിവസം. പിന്നെ അടുത്തത് വരുന്നത് ഡേ 9 ആണ്. അപ്പോൾ 9ാമത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്നാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ. അപ്പോൾ ഇതൊരു റുട്ടീനാണ്. റുട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, അടുത്ത് പിന്നെ റിപ്പീറ്റ് അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ 1ാമത്തെ ദിവസം എന്താണോ ചെയ്തത് അത് തന്നെ 9ാമത്തെ ദിവസം ചെയ്യുക. ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുക. നമ്മൾ ഇത്രയും ദിവസം ഒറ്റ ദിവസമല്ലേ നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ ഇത്രയും ദിവസം പാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പോൾ 9ാമത്തെ ദിവസം മുടി ഒന്നും കൂടി ക്ലീൻ ചെയ്യണം. അപ്പോൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്തിട്ട് മുടിയിൽ പിന്നെ നന്നായിട്ട് ഓയിലൊക്കെ തേച്ച് മസാജ് ചെയ്തിട്ട് നിങ്ങൾ അന്നത്തെ ദിവസം കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, വിന്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ റൂട്ടീനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വലിയ ഹെവി ആയിട്ടുള്ള പാക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനിങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പാക്ക് ഉള്ളതായിട്ട് തോന്നും, പക്ഷെ നമുക്ക് ചെയ്ത് വരുമ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ള പാക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ റൂട്ടീനിൽ പറഞ്ഞ പാക്കുകൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം സ്യൂട്ട് ആവണമെന്നില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞ പാക്കുകൾ തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ട് ആവുന്നത് അത് നിങ്ങൾ ചെയ്യുക. പിന്നെ 2ാമത്തെ ദിവസം ഇത് ചെയ്യണം, 3ാമത്തെ ദിവസം ഇത് ചെയ്യണം എന്ന് വെച്ചിട്ട് ഇത് തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഒരു ദിവസം എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് വിടുക, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അങ്ങനെ കറക്റ്റ് ഇത്രയും ദിവസം പാക്കുകൾ ചെയ്യണം, 3 ദിവസം പാക്ക് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് പറ്റുന്നത് പോലെ ചെയ്യുക. ഒരു ദിവസം പാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിടുക. നമ്മൾ നോർമൽ എങ്ങനെയാണോ മുടി കഴുകുന്നത് അതുപോലെ കഴുകുക. പിന്നെ ഇങ്ങനത്തെ പാക്കുകളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല, ചെയ്യാൻ പറ്റുന്നില്ല, സമയമില്ല, നീരിറക്കത്തിന്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. ആഴ്ചയിൽ ഒരു ദിവസം ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്തിട്ട് ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകുക. ബാക്കിയുള്ള ദിവസങ്ങൾ മൊത്തം നിങ്ങൾ താളി ഉപയോഗിച്ച് മുടി കഴുകുക കേട്ടോ. താളി ഉപയോഗിച്ച് നല്ല നാച്ചുറൽ മെത്തേഡ് എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾ മുടി കഴുകുക. വേറെ കെമിക്കൽ ഷാമ്പു ഡെയിലി ഉപയോഗിക്കാതെ താളിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് മുടി കഴുകുക. ആഴ്ചയിൽ ഒരു ദിവസം എഗ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ റിപ്പീറ്റ് ഇതുപോലെ തന്നെ ഒരു ദിവസം ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകുക, ബാക്കി എല്ലാ ദിവസവും താളി ഉപയോഗിച്ച് കഴുകുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ മുടിക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒഴിവാക്കി, കെമിക്കൽ ഷാമ്പു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നാച്ചുറലായിട്ട് സംഭവങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും സഹായിക്കും കേട്ടോ. അപ്പോൾ പറ്റുന്നത് പോലെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ല, എൻ്റെ മുടിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ മുടിക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തോന്നൂല, പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രശ്നമുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ മുടി നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്രിസിയാണ്. എൻ്റെ മുടി ഒരിക്കലും ഇങ്ങനെ ആവലില്ല കേട്ടോ. കാരണം എൻ്റെ മുടി ഞാൻ എപ്പോഴും, എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എൻ്റെ മുടി നല്ല ഹെൽത്തി ആണ് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. കാരണം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതുവരെ എൻ്റെ മുടിയിൽ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഡാമേജും കാര്യങ്ങളും എൻ്റെ മുടിയിലില്ല. പക്ഷെ ഇപ്പം എൻ്റെ മുടി നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്രിസിയാണ്. ഇങ്ങനെ ചീപ്പ് കടക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ മുടി ഫ്രിസിയാണ് കേട്ടോ. എനിക്ക് ചീകാൻ പേടിയാണ്. കാരണം ഓരോ സെക്ഷൻ മുടി എടുത്തിട്ടല്ലാതെ എനിക്ക് മൊത്തത്തിൽ ചീകി കഴിഞ്ഞാൽ എൻ്റെ മുടി പൊട്ടിപ്പോവും. ഒറ്റ വലിയ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മുടി മൊത്തം പൊട്ടിപ്പോവും. എനിക്ക് മുടി കൊഴിച്ചിലില്ല, പക്ഷെ നല്ല രീതിയിൽ മുടി പൊട്ടിപ്പോകുന്നുണ്ട്. മുടിക്ക് നല്ല രീതിയിൽ സ്പ്ലിറ്റൻസ് ഉണ്ട്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ സാധാരണ കിണറിലെ വെള്ളമാണ് ഞാൻ മുടി കഴുകാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്.
ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 1 മാസമായിട്ട് ഞാൻ കുഴൽക്കിണറിലെ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങളിൽ ഒരുപാട് പേര് കുഴൽക്കിണർ വെള്ളം ഉപയോഗിക്കുന്നവരുണ്ടാവും. എന്നോട് കമൻറ്റിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, കുഴൽക്കിണറിലെ വെള്ളം ഉപയോഗിക്കുമ്പോൾ ചേച്ചി മുടി ഒരുപാട് ഡ്രൈ ആവുന്നു, ഫ്രിസി ആവുന്നു, അജി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരുമോ? അറിയാലോ, കുഴൽക്കിണർ വെള്ളം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേ ഹാർഡ് വാട്ടർ ആണ്. അപ്പോൾ അത് നമ്മൾ മുടിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മുടിക്ക് ഡ്രൈനെസ് വരാനും ഫ്രിസിനെസ് വരാനും മുടി പൊട്ടിപ്പോകാനും ചിലവർക്ക് താരൻ്റെ പ്രശ്നം വരാനും മുടി കൊഴിച്ചൽ വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളത് പറയുമ്പോൾ എനിക്ക് ഇത്രയും സീരിയസ് ആണ് ഈ വിഷയം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. കാരണം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഞാൻ നല്ല എന്താ പറയുക ശുദ്ധമായ കിണറിലെ വെള്ളം, ശുദ്ധമായ എന്നല്ല കിണറിലെ വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ച് ദിവസമായിട്ട് മോട്ടർ ചെറിയ പണിയൊക്കെ തന്നിട്ട് ബോർവെൽ വെള്ളമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ 1 മാസം കൊണ്ട് എൻ്റെ മുടിക്ക് വന്നിട്ടുള്ള ഒരു വ്യത്യാസമാണ് കേട്ടോ ഇത്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മുടി എനിക്കിപ്പോൾ തൊടുമ്പോൾ വിഷമമാവലുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വലിയ പ്രശ്നമില്ല, പക്ഷേ ചീകാനോ നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ എന്നിട്ട് അതുകൊണ്ട് അധികം ഒരുപാട് ചീകലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കുറേ ദിവസം വീഡിയോ ചെയ്യാതിരുന്നത്. കാരണം എനിക്ക് ഹെവി ആയിട്ടുള്ള പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി എനിക്ക് എൻ്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല. കാരണം ഒന്നും കൂടി ഡ്രൈ ആവുകയല്ലേ ചെയ്യുന്നത്. ഒന്നാമത് മുടി കഴുകുമ്പോൾ ഡ്രൈനെസ് ആണ്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡ്രൈ ആവുന്ന പാക്കുകളും കൂടി ഉപയോഗിക്കുമ്പോൾ വല്ലാണ്ട് ഡ്രൈ ആയിട്ട്, പിന്നെ അത് മാത്രമല്ല വിൻ്റർ സീസണും കൂടിയാണ്. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് വന്നപ്പോൾ എനിക്ക് എൻ്റെ മുടിക്ക് നല്ല രീതിയിൽ പണി കിട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് പൊടിക്കൈകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിക്കുന്ന കാര്യം കൂടിയാണ്. എന്ന് വെച്ച് ഇത് ഇപ്പോൾ ഈ ഒരു പ്രശ്നം മുഴുവനായിട്ട് മാറ്റാൻ വേണ്ടി പറ്റും, വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് മാറ്റാൻ വേണ്ടി പറ്റും, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് ചെറിയൊരു വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ആ ഒരു വ്യത്യാസം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് വെച്ച് കംപ്ലീറ്റ് പിന്നെ ഇത് നല്ലതാണ് ഇങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്രശ്നമുള്ളവർക്ക് അത് കുറച്ച് ആശ്വാസം ആവുന്നുള്ളത് കൊണ്ട് വീഡിയോയിൽ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഹാർഡ് വാട്ടർ ഒക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഹെവി ആയിട്ടുള്ള പാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു പരിധി കൂടുതൽ നമുക്ക് ഡ്രൈനെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മുടി കൊഴിച്ചിലില്ല. കുറേ പേര് പറയുന്നത് കുഴൽക്കിണർ വെള്ളം ഉപയോഗിക്കും മുടി കൊഴിച്ചിലാണ് പറയുന്നത്. പക്ഷേ എനിക്ക് മുടി സ്കാൽപ്പിൽ നിന്ന് എൻ്റെ മുടി പോകുന്നില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ എൻ്റെ മുടി ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ച് നോക്കിയാൽ തന്നെ അറിയാം, കുറേ മുടി പൊട്ടിയിരിക്കുകയാണ്. മുടി ചീകി കഴിയുമ്പോൾ നമുക്ക് ചീപ്പിലേക്കല്ല മുടി വരുന്നത്, നമ്മുടെ നിലത്ത് നോക്കുമ്പോൾ നിലത്ത് ഇങ്ങനെ മുടി പൊട്ടി കിടക്കുകയാണ്. പിന്നെ അടി ഇങ്ങനെ മുടി ഇങ്ങനെ കൊലയ്ക്കാന്ന് അറിയില്ല, അതേപോലെ ഇങ്ങനെ വെള്ള നിറത്തിൽ കൊലച്ചിട്ട് ഇങ്ങനെ പിന്നെ മുടി സ്പ്ലിറ്റ് ആയി പോവുക. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ മുടിയൊക്കെ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അത് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. സ്പ്ലിറ്റ് ആയ മുടി നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. അത് വെച്ച് നമുക്ക് എന്താ പറയുക, വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് നമുക്ക് മൊത്തമായിട്ട് കുറച്ചെടുക്കാൻ പറ്റുക അങ്ങനെയൊന്നും ഒരിക്കലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഹാർഡ്നെസ് കുറയ്ക്കാൻ പറ്റിയൊരു വഴി നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം ഞങ്ങളിവിടെ കുടിക്കാനൊക്കെ ഫിൽറ്റർ ചെയ്ത വെള്ളം തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുക. പക്ഷേ മുടി കഴുകാനൊക്കെ ഫിൽറ്റർ ചെയ്ത വെള്ളം എടുക്കാന്ന് വെച്ചാൽ അത് മുതലാവില്ല കേട്ടോ. എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല, എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ. ചിലപ്പം പറ്റുന്നവരുണ്ടാവുമായിരിക്കും, ഫിൽറ്റർ വെള്ളം ഉപയോഗിച്ച് മുടിയൊക്കെ കഴുകാൻ പറ്റുന്നവരുണ്ടാവുമായിരിക്കും. പറ്റാണ്ടല്ല, പക്ഷേ അതൊക്കെ എന്താ പറയുക, അത്രയും വെള്ളമൊക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് എടുക്കേണ്ടതെന്നൊക്കെ അത് മുതലാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യാറില്ല. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് രാമച്ചം ഇല്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രാമച്ചം. നമ്മൾ നാച്ചുറൽ ഷാമ്പു ഒക്കെ തയ്യാറാക്കുമ്പോൾ രാമച്ചം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാമച്ചം ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് കേട്ടോ പറയാറുള്ളത്. ഞാനത് ട്രൈ ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല. വലിയ രീതിയിൽ എന്താ പറയുക, മൊത്തമായിട്ട് നമുക്ക് ഹാർഡ്നെസ് കുറയ്ക്കാനൊന്നും പറ്റില്ല. ഒരു പരിധി വരെ, ഒരുപാട് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ഒരു പരിധി വരെ നമുക്ക് അതിൻ്റെ ഹാർഡ്നെസ് കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് രാമച്ചത്തിനേക്കാളും കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നി എന്താണെന്ന് പറയുക, ഞാൻ ചെയ്യാറുള്ളതാണ്. അപ്പം നമ്മുടെ പിന്നെ തല കഴിയുന്ന വെള്ളത്തിലേക്ക്, മുടി കഴിയുന്ന വെള്ളത്തിലേക്ക് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് ഒരു പരിധി വരെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഹാർഡ് വാട്ടർ എന്ന് പറയുമ്പോൾ മിനറൽസ് ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്ന സമയത്ത് നമുക്ക് അതൊന്ന് പിന്നെ എന്താ പറയുക ന്യൂട്രലൈസ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്കത് പറ്റും. അപ്പോൾ നിങ്ങൾ നാരങ്ങ നീര് ചേർക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ രാമച്ചവും നാരങ്ങ നീരും എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് രണ്ടും ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കലുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ മുടി കഴുകാനുള്ള വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ഈ ഹാർഡ് വാട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. തിളപ്പിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ഹാർഡ്നെസ് കുറയുന്നതാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ തിളപ്പിച്ചിട്ട് ആ തണുത്ത വെള്ളം ഉപയോഗിക്കുകയാണെങ്കിലും നല്ലതാണ്. പിന്നെ ഈ കുഴൽക്കിണർ വെള്ളം നിങ്ങൾക്ക് അറിയില്ല, നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോൾ എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല, മുകളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, സിമെന്റിന്റെ പൊടി പോലെ കല്ലുപൊടി പോലെയൊക്കെ ഇങ്ങനെ പാറി നിൽക്കും മുകളിലേക്ക്. നമുക്കൊക്കെ നല്ല പ്രശ്നമാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ,
പിന്നെ ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ അതിനകത്തേക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് രാമച്ചം ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. തിളപ്പിച്ചെടുത്തിട്ട് മുടി കഴുകാൻ എടുക്കുന്ന വെള്ളത്തിലേക്ക് ഈ രാമച്ചത്തിൻ്റെ വെള്ളം ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. മൊത്തത്തിലിട്ട് തിളപ്പിക്കുന്നവരുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ മുടി കഴുകാൻ എടുക്കുന്ന വെള്ളത്തിലേക്ക് രാമച്ചം ഇട്ടിട്ട് മൊത്തത്തിൽ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് അരിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ചെടുത്ത് തിളപ്പിക്കുന്നത്. അരിച്ചെടുക്കുന്ന വെച്ചാൽ രാമച്ചത്തിൻ്റെ ആ പൊടിയൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മുടിയിലേക്ക് അത് വരില്ല. അത് ഓർത്തിട്ട് ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് രാമച്ചം ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്തിട്ട് ആ വെള്ളം മുടി കഴുകാനുള്ള വെള്ളത്തിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് തന്നെ ഞാൻ നാരങ്ങനീരും ചേർത്ത് കൊടുക്കാറുണ്ട്. രണ്ടും കൂടി ഒന്നിച്ചാകുമ്പോൾ അത്രയും ഹാർഡ്നെസ് കുറയട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അതെ, രണ്ടും കൂടി അത്ര വർക്കിംഗ് ആണെന്ന് എനിക്കറിയില്ല. ഒരുപാട് എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല, എങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നാരങ്ങനീര് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു നാരങ്ങയുടെ പകുതി കഷ്ണമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കും. വലിയ നാരങ്ങയാണെങ്കിൽ ഒരു പകുതി കഷ്ണം എടുത്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അങ്ങനെ തന്നെ അത് വെക്കും. കുറച്ച് സമയം എന്ന് വെച്ചാൽ ഒരു 2-3 മണിക്കൂർ നമ്മൾ അതുപോലെ തന്നെ വെക്കണം കേട്ടോ. അതൊന്ന് ഒരു സ്റ്റേബിളായി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, ഒരു 2-3 മണിക്കൂർ അത് റെസ്റ്റിൽ വെക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. പിന്നെ നമ്മൾ ഈ നാരങ്ങനീരും രാമച്ചൊക്കെ ചേർക്കുന്നില്ലേ, അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിന്റെ ഹാർഡ്നെസ് കുറയ്ക്കുന്നത് മാത്രമല്ല നമ്മുടെ മുടിക്കും സ്കാൽപ്പിനൊക്കെ ഇത് നല്ലൊരു സ്മെല്ല് തരാനായിട്ട് സഹായിക്കും കേട്ടോ. ചിലരൊക്കെ പറയുന്നതാണ് സ്കാൽപ്പിൽ ഇങ്ങനെ ഒരു ബാഡ് സ്മെല്ല് വരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിനും മുടിക്കൊക്കെ നല്ലൊരു സ്മെല്ല് തരാനും, പിന്നെ ഈ നാരങ്ങനീര് ചേർക്കുന്നതുകൊണ്ടായിരിക്കണം നമ്മുടെ മുടി ഒന്ന് സോഫ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. ആ ഒരു ഡ്രൈനെസ് മാറിയിട്ട് മുടി ഒന്ന് സോഫ്റ്റ് ആവുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് താരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കുഴൽക്കിണർ വെള്ളമൊക്കെയാണ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നാരങ്ങനീര് നമുക്ക് അങ്ങനെ ഡെയിലി മുടിയിലേക്ക് ഉപയോഗിക്കുന്ന നല്ലതല്ല. അസിഡിക് ആണ് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് അളവിൽ ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല. അപ്പോൾ നാരങ്ങനീര് ആഴ്ചയിൽ ഒരു 1-2 തവണയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ രാമച്ചം ഡെയിലി ഉപയോഗിക്കുന്നൊരു കുഴപ്പമില്ല. നമ്മൾ കുടിക്കാനൊക്കെ എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്നൊരു കുഴപ്പമില്ല. അപ്പോൾ ഡെയിലി ഇപ്പോൾ നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ നിർബന്ധമായിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതല്ല. നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ ഹാർഡ് വാട്ടർ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരാണ്, മുടിക്ക് വലിയ രീതിയിൽ ഡ്രൈനെസ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒറ്റയടിക്ക് അത് മാറി കിട്ടും അതിൻ്റെ അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല. എനിക്കും അങ്ങനെ പെട്ടെന്നൊന്നും മാറിയിട്ടൊന്നുമില്ല. പക്ഷെ ചെറിയ രീതിയിലുള്ളൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ച പോലെ തന്നെ നിങ്ങൾക്ക് മുടി കഴുകേണ്ട വെള്ളം തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ രാമച്ചൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് തലേദിവസം തിളപ്പിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴുകിയാലും കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരമൊക്കെ ഇട്ട് തിളപ്പിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം കഴുകിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നാരങ്ങനീര് പിന്നെ ഡെയിലി ചെയ്യരുത്. അത് ഞാൻ എടുത്ത് പറയുകയാണ്. നാരങ്ങനീര് നിങ്ങൾ ഒരു ആഴ്ചയിൽ 1 തവണയോ 2 തവണയോ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 2-3 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ മുടി കഴുകുന്നത്. അപ്പോൾ കഴുകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഹെവി ആയിട്ടുള്ള പാക്കുകൾ ഒന്നും തന്നെ ഇപ്പോൾ ട്രൈ ചെയ്യുന്നില്ല. ലൈറ്റ് ആയിട്ടുള്ള ലിക്വിഡ് ഫോമിലുള്ള പാക്കുകളൊക്കെയാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്താണെങ്കിലും ഏതെങ്കിലും ഒരു പാക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് മുടി കഴുകുന്നതെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പാക്ക് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളഞ്ഞിട്ട് ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾ കഴുകിയാൽ മതി. ഒരുപാട് വെള്ളം നിങ്ങൾ തിളപ്പിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളത്തിലാണ് നമ്മളിതിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പാക്കൊക്കെ കഴുകാൻ നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യമായിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം വേറെ വെള്ളം ഉപയോഗിച്ച് കഴുകിയാലും കുഴപ്പമൊന്നുമില്ല. പാക്ക് നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ട് ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മുടി കഴുകിയെടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ മുടിയുടെ ആ ഒരു ഫ്രിസിനെസ്സും ഡ്രൈനെസ്സും ഈ ഹാർഡ് വാട്ടർ കൊണ്ട് ഉണ്ടാവുന്ന ആ ഒരു ഡ്രൈനെസ്സും ഫ്രിസിനെസ്സും ഒരു പരിധി വരെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ റുട്ടീൻ പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിപ്പോൾ എൻ്റെ പിന്നെ മുടിക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങളും ഹാർഡ് വാട്ടർ ഉപയോഗിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ലെങ്ത് ആയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ വാരി വലിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റൂല കേട്ടോ. അപ്പോൾ എനിക്ക് വെറുപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഹാർഡ് വാട്ടർ ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല, ഒന്നും കൂടി ചെയ്യണം എന്നാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അത് വലിയൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യാനുള്ളൊരു കാര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോയത് കേട്ടോ. പിന്നെ എനിക്ക് സത്യമായിട്ടും എനിക്ക് മനസ്സിലായിട്ടോ ഹാർഡ് വാട്ടർ ഉപയോഗിക്കുന്നവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടോ. അപ്പോൾ നിങ്ങൾ ഹാർഡ് വാട്ടർ ഒക്കെ ഉപയോഗിക്കുന്നവരാണ്, നിങ്ങൾക്ക് മുടിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണെങ്കിൽ ഞാൻ പറഞ്ഞെന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, എങ്കിലും ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഹാർഡ് വാട്ടർ ഉപയോഗിക്കുന്നവരാണ്, ഇതിൻ്റെ വേറെ എന്തെങ്കിലും സൊല്യൂഷൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ അത് എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ അത്രയ്ക്കൊരു അവസ്ഥയിലാണ് ഇപ്പോൾ എൻ്റെ മുടി ഉള്ളത്. ഞാൻ കാണിച്ചു തന്നില്ല, എൻ്റെ മുടി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക കേട്ടോ. ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. അത് നന്നായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തായാലും വീഡിയോയും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ റുട്ടീൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യമുണ്ട്, എന്തെങ്കിലും നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞു തരണമെന്നുണ്ട്, മനസ്സിലാവാത്ത കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.